Next, supervised machine learning algorithm, K-nearest algorithm. K-nearest algorithm ഒരു സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ബോത്ത് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ടാസ്കുകൾക്കാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്, ഇംപ്ലിമെന്റ് ചെയ്യാനും ഭയങ്കര ഈസി ആയിട്ടൊരു അൽഗോരിതം ആണ്. ഇപ്പൊ KNN എന്ന് പറയുന്ന ഒരു ലേസി ലേണിംഗ് അൽഗോരിതം ആണ്. ബിക്കോസ് ഇറ്റ് ഡസൻ ലേൺ a model from the training data explicitly. Instead, it memorizes the data and makes the prediction based on its neighbor. അതായത് KNN എന്ന് പറയുന്നത് ട്രെയിനിങ് ടൈമിൽ ഒന്നും പഠിക്കുന്നില്ല. അത് ജസ്റ്റ് ട്രെയിനിങ് ഡാറ്റയെ മെമ്മറൈസ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രെയിനിങ് ഡാറ്റയെ മെമ്മറൈസ് ചെയ്തിരിക്കുന്നു പ്രഡിക്ഷൻസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ പ്രഡിക്ഷൻസ് എടുക്കുന്നത് അതിന്റെ നൈബേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു അൽഗോരിതം യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ അൽഗോരിതം ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഇക്വേഷൻ ആണ്. അതായത് എക്ലൂഡിയൻ ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. ആ ഒരു ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അൽഗോരിതം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നിയറസ്റ്റ് നൈബേഴ്സ് കണ്ടുപിടിക്കണം. ആ ഒരു നിയറസ്റ്റ് നൈബേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പ്രഡിക്ഷൻ നടക്കുന്നത്. അതായത് നമ്മളിവിടെ ന്യൂ ഡാറ്റ പോയിന്റും നമ്മുടെ ട്രെയിനിങ് ഡാറ്റ പോയിന്റ്സ്, അതായത് നമ്മൾ ട്രെയിനിങ്ങിന് കൊടുത്തിരിക്കുന്ന ഡാറ്റ പോയിന്റ്സ് അല്ലേ, അതിൽ നിന്ന് ന്യൂ ആയിട്ട് നമുക്ക് പ്രഡിക്ഷൻ ചെയ്യേണ്ട ഡാറ്റയിലേക്കുള്ള ദൂരത്തിനെ കമ്പ്യൂട്ട് ചെയ്യുന്നു, ഡിസ്റ്റൻസ്. അപ്പോൾ ഓരോ ട്രെയിനിങ് ഡാറ്റയും നമ്മളുടെ പുതിയ ഡാറ്റയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് ഉള്ള കുറച്ച് ക്ലാസ്സുകളെ ചൂസ് ചെയ്യുന്നു. ആ ഒരു ക്ലാസ്സുകളെ, ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് ഉള്ള ക്ലാസ്സുകളെ പറയുന്നതാണ് നിയറസ്റ്റ് നൈബേഴ്സ്. അപ്പൊ എത്ര നിയറസ്റ്റ് നൈബേഴ്സിനെ സെലക്ട് ചെയ്യണം, അതായത് വാല്യൂ എത്ര വേണമെന്നുള്ളത് നമുക്ക് ഓൾറെഡി ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എ എന്ന പോയിന്റും ബി എന്ന പോയിന്റ്, ഇതിന്റെ തമ്മിൽ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു പോയിന്റ് x1 y1, ഈ ഒരു പോയിന്റ് x2 y2 ആണെങ്കിൽ എങ്ങനെ എക്ലൂഡിയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A1 ആൻഡ് B2 നമുക്ക് കാണാം? x2 minus x1 all square plus y2 minus y1 all square. ഇതാണ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ, സ്ക്വയർ റൂട്ട് ഓഫ്. ഇതാണ് എക്ലൂഡിയൻ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ. അതായത് d ഓഫ് p, q, p എന്ന പോയിന്റിന്റെയും q എന്ന പോയിന്റിന്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് സം ഓഫ് എന്താണ്, ഫസ്റ്റ് പോയിന്റ് ടു സെക്കൻഡ് പോയിന്റ്. അപ്പൊ എത്ര പോയിന്റ്സ് ഉണ്ടോ അത്രയും പോയിന്റ്സിന്റെ സ്ക്വയറിന്റെ സമം. ആ രണ്ട് പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് സ്ക്വയർ ചെയ്ത സമം, അതിന്റെ സ്ക്വയർ റൂട്ടാണ് ഡിസ്റ്റൻസ് ഫോർമുല. അപ്പൊ എത്ര പോയിന്റ്സ് ഉണ്ടോ അത്രയും പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ സ്ക്വയർ ചെയ്തതിന്റെ സമം. അങ്ങനെ ഓരോരോ ന്യൂ ഡാറ്റ പോയിന്റിൽ നിന്ന് ട്രെയിനിങ് ഡാറ്റ പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സമം. ഇതുപോലെ ഡിഫറൻസ് കണ്ട് സ്ക്വയർ ചെയ്ത ഓരോ ഡാറ്റ പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസിന്റെയും സമ്മിനെ സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ നിയറസ്റ്റ് അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ട്രെയിനിങ് ഡാറ്റ സെറ്റിലെ പോയിന്റ്സിൽ നിന്ന് നമ്മുടെ പുതിയ ഡാറ്റ പോയിന്റ്സിൽ നിന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ട ഡാറ്റ പോയിന്റ്സിലേക്ക്. എന്നിട്ട് ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യും, സോർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എത്രയാണോ കൊടുക്കുന്നത്, അപ്പൊ 3 ആണെങ്കിൽ 3 നൈബേഴ്സിനെ അതിന് സെലക്ട് ചെയ്യും. ക്ലോസസ്റ്റ് ഡാറ്റ പോയിന്റ്സ് ഇൻ ദ ട്രെയിനിങ്, അതാണ് നൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 നൈബേഴ്സിൽ കോമൺ ആയിട്ടുള്ള ക്ലാസ് ഏതാണോ ആ ഒരു ക്ലാസ്സിലേക്കായിരിക്കും ആ ഒരു ന്യൂ ഡാറ്റ പോയിന്റ് അസൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഇവിടെ ക്ലാസിഫിക്കേഷനിൽ മെജോറിറ്റി വോട്ടിംഗ് ആണ് എടുക്കുന്നത്. അപ്പോൾ റിഗ്രഷനിലോ